ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു എക്സസൈസ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നമസ്കാരം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് നമ്മൾ ഈ കൈകൾ എങ്ങനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാം എന്നുള്ളതിൻ്റെ ഒരു വ്യായാമമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ നമ്മൾ വാമപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ്, കുറച്ച് സമയം ബ്രീത്തിങ് എടുക്കണം. കാരണം നമ്മൾ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഓക്സിജനാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസ് ചെയ്യുക. ഫുള്ളായിട്ട് മുകളിലോട്ട് വലിച്ചു വിടുക, എന്നിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, എന്നിട്ട് താത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ കൈ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഫിംഗറിന്, നമ്മളെ വിരലിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. അത് കഴിഞ്ഞ് നമ്മൾ കൈയുടെ കുഴ, അതിന് വേണ്ട എക്സസൈസ്, കുഴയ്ക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ മുട്ട്, ഷോൾഡറിന് വേണ്ട ഇത്രയും എക്സസൈസാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക, അത് ചെയ്യുക എല്ലാവരും. ഓക്കെ, എല്ലാ എക്സസൈസും എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ആരും ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഒരു അരമണിക്കൂർ എടുത്ത് എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നടന്നിട്ട്. അപ്പോൾ കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ, അപ്പോൾ നമ്മളെ നല്ല ഒരു ബലം കിട്ടും കൈകൾക്ക്. ആദ്യം ഫിംഗറിൻ്റെ ഇങ്ങനെ ചെയ്യാം. ഇതാ, ഓക്കെ. അപ്പോൾ അതൊരു ഒരു എന്താ പറയണ്ട, ഒരു മിനിറ്റെങ്കിലും ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ഇതിന് 10 ടൈംസ് ഒരു 3 സെറ്റ് എന്നൊന്നും പറയാനുണ്ടില്ല. കുറച്ച് സമയം ചെയ്യുക. അതിനുശേഷം കൈകൾക്ക് കുറച്ച് എന്താ പറയണ്ട, റിലാക്സ് കൊടുക്കണം. കുറച്ച് റിലാക്സ് കൊടുക്കുക. റിലാക്സ് കൊടുത്തിട്ട് പിന്നെ അടുത്ത സെറ്റിലോട്ട് കിടക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, വിരൽ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണം. അപ്പോഴല്ലേ നമുക്ക് ആ വ്യായാമം ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. ഓക്കെ, കുറച്ച് റിലാക്സ് കൊടുക്കുക. റിലാക്സ് ഫിംഗേഴ്സിനൊക്കെ കൊടുക്കണം. ഓക്കെ, ഒന്നും കൂടി ഒരു 3 സെറ്റ് ചെയ്യണം. 3 സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 പ്രാവശ്യം വെച്ചിട്ട് ഒരു 3 പ്രാവശ്യം അങ്ങ് ചെയ്യുക. ഓക്കെ, 3 പ്രാവശ്യം. അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ, പറ്റുന്നത് പോലെ, സമയം പോലെ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാ എക്സസൈസും കുറേയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ചെയ്താൽ നടക്കത്തില്ല, ഇപ്പോൾ കാല് മുതൽ മുകളിലോട്ടം ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. കൈ ഇങ്ങനെ നേരെ പിടിക്കുക, അങ്ങനെ ചുരുട്ടി പിടിക്കുക കൈ. എന്നിട്ട് ആ കാണിക്കുന്നത് പോലെ ഇങ്ങനെ കൈയുടെ കുഴ അതിങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഓപ്പോസിറ്റും, ആദ്യം ഇങ്ങോട്ടും ആദ്യം അങ്ങോട്ടും, 2 സൈഡിലോട്ടും ചെയ്യുക. അതും ഒരു 2-3 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ കാണിക്കുന്നത് കൊണ്ടാണ് 3 സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാ അവയവങ്ങൾക്കും കുറച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ വ്യായാമം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് പർട്ടിക്കുലറായിട്ട് ഞാൻ കൈയുടെ കാര്യങ്ങൾ, ഇതിന് മുമ്പേ ഞാനൊരു കൈയുടെ എക്സസൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡംബിൾ എക്സസൈസ്. അതെല്ലാവരും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ കുഴയുടെ എക്സസൈസ് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ചെയ്യുക. അത് ആദ്യം ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് 2 സൈഡിലോട്ടും ഇങ്ങനെ കറക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ 2 സൈഡിലോട്ടും, പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ. ഇനി കുറച്ച് റിലാക്സ് കൊടുക്കുക കൈക്ക്. എന്നിട്ട് ഓപ്പോസിറ്റ്, അതും കൈ നല്ല വലിച്ച് പിടിക്കണം, സ്ട്രെച്ച് ചെയ്തിട്ട് പിടിക്കണം കൈ ഇങ്ങനെ. എന്നാലേ അതിങ്ങനെ നമ്മൾ ഈ കൈ ഇങ്ങനെ കുഴയിങ്ങനെ കറക്കുമുണ്ടല്ലോ, നമ്മളെ ഞരമ്പുകളൊക്കെ കട്ടക്കട്ടാന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഡെയിലി ചെയ്യണോ? എല്ലാ വ്യായാമവും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആവുന്നതൊക്കെ ഡെയിലി ചെയ്യുക. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കുറച്ച് വാക്കിംഗ് ഒക്കെ ചെയ്ത്, ടീക്കെ. വാക്കിംഗ് ചെയ്യാൻ പുറത്ത് പോകണമെന്നില്ല, നമ്മൾ വീട്ടിനെ മുറ്റത്ത് ചെയ്യാം. ഇനി കൈക്ക് കുറച്ച് റിലാക്സ് കൊടുക്കുക, ഇങ്ങനെ കുലുക്കുക, രണ്ടും ഫുൾ ഫ്രീ ആയിട്ട് ഇട്ടിട്ട്. കാരണം എന്നാൽ കുറച്ച് വേദന എടുക്കും നന്നായിട്ട് ടൈറ്റ് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, മൂന്നാമത്തെ ഒരു എക്സസൈസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കൈയുടെ തന്നെയാണ്. നമ്മളെ ഫിംഗറിൻ്റെ കഴിഞ്ഞു, കുഴയുടെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഷോൾഡറിൻ്റെ ചെയ്യാം. ഷോൾഡറിൻ്റെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഷോൾഡറിൽ കൈ വെക്കുക. രണ്ടും ഒരുമിച്ചും ചെയ്യുക, വേറെ വേറെ ഒറ്റക്കൊറ്റും ചെയ്യുക. ആദ്യം നമുക്ക് ഒന്ന് വേറെ വേറെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, എന്നിട്ട് റിലാക്സ് കൊടുക്കുക. എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10.
ഓക്കെ, കുറച്ച് റിലാക്സ്. തേർഡ് എക്സസൈസ് ആണ് ഇത്. ഓക്കെ, ഇനി മറ്റേ റൈറ്റ് ഹാൻഡിൽ ചെയ്യാം. 3 4 5 6 7 8 9 10. Okay, then relax and opposite side 1 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ എക്സസൈസാണ് നമ്മൾ ഷോൾഡറിൻ്റെ കാണിച്ചത്. ഇനി ഷോൾഡറിന് വേറൊരു എക്സസൈസും കൂടി ചെയ്യാം നമുക്ക്. അത് ശ്രദ്ധിച്ച് ചെയ്യണം. അല്ല, ഇത് തന്നെ നമ്മൾ രണ്ട് കൈയും കൂടി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത് മറ്റത് ഞാൻ പിന്നെ കാണിച്ചില്ല. അപ്പോൾ ഇത് ചെയ്യാം. 5 6 7 8 9 10. ഓക്കെ, ആൻഡ് ദെൻ ഓപ്പോസിറ്റ് സൈഡ്. ഇനി നമ്മൾ തിരിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ദെൻ റിലാക്സ് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് മൊത്തം ബോഡിക്ക് കൊടുക്കാം, കൈകൾക്ക് കൊടുക്കാം. ഓക്കെ, ഇത് മൂന്നാമത്തെ എക്സസൈസാണ് ചെയ്തത്. ആദ്യം നമ്മൾ ഫിംഗറിൻ്റെ ചെയ്തു, കുഴയുടെ ചെയ്തു, പിന്നെ ഇപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് അതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഷോൾഡറിന് നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്നത് നമ്മളെ കൈയുടെ മസിൽസിനൊക്കെ നല്ല വ്യായാമം കിട്ടും. ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ മസിലുകൾക്ക് വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം മസിൽസൊക്കെ വീക്കാവും. ഒരു 60 and above ആകുമ്പോഴത്തേനും മസിൽസൊക്കെ വീക്കാകാൻ തുടങ്ങും. സോ എവരിബഡി ട്രൈ ടു ഡു ദ എക്സസൈസ് ഫോർ ദ മസിൽസ്. ടീക്കെ, ഇനി നാലാമത്തെ എക്സസൈസാണിത്. ഇത് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൈയുടെ ആംസിനും അതുപോലെ നമ്മളെ കൈയുടെ മസിൽസിനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണം. നേരെ മുന്നിൽ പിടിക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അതുപോലെ ചെയ്യാം. ഓക്കെ, വേണ്ട, എന്നിട്ട് ഇങ്ങനെ അതൊരു നല്ല സ്ട്രെച്ചായിട്ട് ചെയ്യണം കേട്ടോ. നല്ല വലിച്ച് സ്ട്രോങ് ആയിട്ട് ചെയ്യണം, എന്നാലേ അതിനെക്കൊണ്ട് കാര്യമുള്ളൂ. അത് നമുക്ക് ചെസ്റ്റിന് വേണ്ട എക്സസൈസും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ മസിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകരിക്കുന്ന ഒരു വ്യായാമമാണ്. ഇതൊക്കെ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇതിനൊന്നും നമ്മൾ മറ്റേ ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യായാമങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. ഒരു ഡംബിൾ എടുത്ത് കൊണ്ടുവെക്കുക, ബാക്കിയൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ കഴിഞ്ഞു. ഇനി അതേ ഷോൾഡറിൻ്റെ തന്നെ നമുക്ക് ഈ കൈ ഉണ്ടല്ലോ, ഒന്ന് ലോങ് ആയിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മെല്ലെ ഒരു 5 to 10 times ഒന്നിങ്ങനെ കറക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് കറക്കണം. കൈയുടെ മുയിപ്പിന് ഇതിന് ഷോൾഡറിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ കറക്കി നമുക്ക് അതിനെ കുറക്കാൻ പറ്റുന്ന ഒരു എക്സസൈസും കൂടിയാണ്. അയ്യോ എൻ്റെ ഷോൾഡറിന് വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നടന്നിട്ട് കാര്യമില്ല. ഡു ദ എക്സസൈസ്. കൈക്ക് വേണ്ട എക്സസൈസ് ചെയ്യുക, ഷോൾഡറിന് വേണ്ട എക്സസൈസ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൽ വ്യത്യാസം കാണും. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് മറ്റുള്ള ടീക്കെ, രണ്ട് കൈകൾക്കും രണ്ട് സൈഡിലോട്ടും ചെയ്യണം. ഒന്ന് ഇങ്ങനെ ബാക്കോട്ട് ചെയ്യുക, പിന്നെ മുന്നിൽ നിന്ന് ബാക്കോട്ട് ചെയ്യുക, ഓപ്പോസിറ്റും ചെയ്യണം. ഏത് എക്സസൈസ് ചെയ്താലും 2 പ്രാവശ്യവും 2 സൈഡിലോട്ടും ചെയ്യണം. നമ്മൾ 1 സൈഡ് മാത്രം ചെയ്താൽ പോരാ. ഓക്കെ, ഞാനിത് നന്നായിട്ട് സ്പീഡിലൊക്കെ കറക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് ഞാൻ സ്ലോ ആയിട്ട് ചെയ്യുന്നു. ഇനി നമ്മളത് ഷോൾഡർ 2 കൈയും കൂടി, നേരത്തെ നമ്മൾ 2 ഷോൾഡറിൻ്റെ 2 കൈ കൊണ്ടും ചെയ്ത പോലെ ഇത് 2 കൈ ഇതുപോലെ ഒന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഷോൾഡർ വേദനയൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ ചെയ്താൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും. ഒരു 5 times 10 times എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. യു ക്യാൻ ഡു. ഓക്കെ, ഇനി ഓപ്പോസിറ്റിൽ ഒരു 5 times 10 times ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന എക്സസൈസാണ് നമ്മളെ മസിൽസുകൾക്ക്. ഈ കൈക്ക് മാത്രമല്ല, ഇതുകൊണ്ട് ചെയ്യുന്നതിന് നമുക്ക് നമ്മളെ പുറത്തുള്ള ബാക്ക് സൈഡിലുള്ള മസിൽസിന്, ഷോൾഡറിൻ്റെ അതുപോലെ ഫ്രണ്ടിലെ ചെസ്റ്റിൻ്റെ മസിൽസിനൊക്കെ വ്യായാമം കിട്ടുന്ന ഒരു എക്സസൈസാണ്. ഓക്കെ, ഇനി ഒന്നത് നമ്മൾ കൈക്കൊക്കെ ഫുള്ളായിട്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് കൈ ഒരു റിലാക്സ് കൊടുത്തതാണ്. ഇനി വേറൊരു എക്സസൈസും കൂടി നമുക്ക് ചെയ്യാം. നല്ല കൈക്ക് പവർ കിട്ടാൻ വേണ്ടിയാണ്. ഈ ബോക്സിംഗുകാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ബോക്സിങ്, ലെഫ്റ്റ് ഹൂക്ക്, റൈറ്റ് ഹൂക്ക് എന്നൊക്കെ പോയിട്ട് അതുകൂടാണ്ട് നമ്മളെ വയറിനും ഗുണം ചെയ്യും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിട്ട് കൈ കൊണ്ട് ഇടിക്കുമ്പോൾ നമ്മളെ വയറിൻ്റെ മസിൽസ് അതുപോലെ നമ്മളെ സൈഡിലുള്ള ബോഡിയുടെ സൈഡിലുള്ള മസിൽസൊക്കെ സ്ട്രെച്ച് ആകുന്നത് കൊണ്ട് നമുക്ക് അവിടെയും എക്സസൈസ് കിട്ടും. ഓക്കെ, ഇതുപോലെ ചെയ്യുക. നല്ല ഹൂക്ക്, നല്ല സ്ട്രോങ്ങിൽ ഹൂക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ റിലാക്സ് കൊടുക്കുക. 1 ഓക്കെ, 1
3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഒരു നിങ്ങൾക്കാവുന്നത്ര ചെയ്യാം. അത് സെറ്റിൻ്റെ കണക്കൊന്നുമില്ല. ഓക്കെ, ഞാൻ എങ്ങനെയായാലും ഞാൻ ഇതൊരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഒരു 20 ടൈംസ് ഒക്കെ ചെയ്യും. ഓക്കെ, ലെഫ്റ്റും സൈഡും രണ്ട് സൈഡിലും നോക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് നോക്കാൻ പാടില്ല, ഇല്ല തല കറങ്ങും നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഹൂക്ക് ചെയ്തു. ഇനി നമുക്കൊരു ഫ്രണ്ടിലോട്ടൊരു ഹൂക്ക് ചെയ്യാം. ബോക്സേഴ്സ് ചെയ്യുന്നതാണ് ഇത്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഷോൾഡറിനും ബോഡിക്കും ശരീരത്തിനും ചെസ്റ്റിനും ഒക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ്. നോക്കിക്കേ, ഇതാ ഇത് എണ്ണീറ്റ് ചെയ്യുക, എണ്ണി ചെയ്യുക. 5 ആണ്, 5 10 ആണ് ചെയ്യുക. ദെൻ ആഫ്റ്റർ മൂന്നാമത്തെ സെറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ടേക്ക് എ റിലാക്സ്. ഇതാ കുറച്ച് സ്പീഡ് ചെയ്യുക, പറ്റുന്നവർ ചെയ്യുക. ഇത് ബോക്സിങ്ങിൻ്റെ ഒരു പഞ്ചാണിത്. ഓക്കെ, ലെഫ്റ്റ് ഹുക്ക്, ലെഫ്റ്റ് റൈറ്റ്, അല്ലെങ്കിൽ ഓക്കെ, അതിന് പറ്റുന്ന പോലെ ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ആവുമെങ്കിൽ ചെയ്യാം, ലാഭത്തിന് വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, ദെൻ ആഫ്റ്റർ എല്ലാ ബോഡിക്ക് വേണ്ട എല്ലാ എക്സസൈസും കൊടുക്കുക. എക്സസൈസ് അല്ല, ബോഡിക്ക് വേണ്ട റിലാക്സ്. ഏത് വ്യായാമം ചെയ്താലും റിലാക്സ് വേണം, അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി നമുക്ക് ഇതും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വേറൊരു എക്സസൈസാണ്. നമ്മൾ ഡംബിളൊക്കെ ചെയ്യുന്ന പോലെ, കയ്യിൽ ഡംബിൾ പിടിച്ച് ചെയ്യുന്ന പോലെ കൈ ഇങ്ങനെ പിടിക്കുക നേരെ, എന്നിട്ട് കൈ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് നേരെ മുകളിലോട്ട് ചെയ്യുക. 3 4 5 6 ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ കൈയുടെ മസിൽസ് സ്ട്രോങ് ആവും. അതുപോലെ കുറച്ച് മസിലൊക്കെ വെക്കും. കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ 2 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ട് ചെയ്താൽ വരാൻ പറ്റില്ല. ടീക്കെ, പിന്നെ കുറേ റിലാക്സ് കൊടുക്കുക. കൈകൾക്ക് ഇനിയും ഒരുപാട് വ്യായാമങ്ങളുണ്ട് കേട്ടോ. ഞാനിവിടെ 3 പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ഇപ്പോൾ 5-6 എക്സസൈസായി. ഓക്കെ, അതാ ഇത് നല്ലൊരു ഇതാണ് നമുക്ക് ചെസ്റ്റിനും അതുപോലെ തന്നെ കൈയുടെ മസിൽസിനും ബെറ്റർ എക്സസൈസ്. ഒരു 3 സെറ്റ് 5 ടൈംസിൽ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് മസിൽസിന് പെയിൻ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു 10 പ്രാവശ്യം ചെയ്യുക, പിന്നെ റിലാക്സ് കൊടുക്കുക. പിന്നെ ഒരു 10 ടൈംസ് ചെയ്യുക, റിലാക്സ് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ മസിൽ കയറുക അങ്ങനെയൊക്കെ പറയുന്ന അത് ചിലപ്പോൾ ചെയ്യും. കാരണം ഇത് ഡെയിലി ചെയ്യുന്നില്ലെങ്കിൽ, ഡെയിലി ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. ചെസ്റ്റിനൊക്കെ നല്ല എക്സസൈസാണ്. ഓക്കെ, ചെസ്റ്റിൻ്റെ മസിൽസൊക്കെ വെക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൈയുടെ വ്യായാമമാണ് നോക്കുന്നത്. ഇനി നമ്മൾ വേറൊരു എക്സസൈസ് ആണെങ്കിൽ അത് സ്ട്രെയിറ്റായിട്ട് നോക്കണം. ടീക്കെ, ഇത് കൈ നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ തലയും കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങും. അപ്പോൾ കാല് കുറച്ച് അകത്തി വെക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് 1 2 ഫുള്ളായിട്ടും ബാക്കോട്ടും മുന്നോട്ടും ഇങ്ങനെ 2 സൈഡിലോട്ടും ബോഡി ഫുള്ളായിട്ട് ഷോൾഡർ കൊണ്ടുപോവുക, തല അനക്കാതെ വെക്കുക. വളരെ നല്ല വ്യായാമമാണ്. നമുക്ക് ശരീരത്തിൻ്റെ ഷോൾഡറിനും ചെസ്റ്റിനൊക്കെ നല്ലൊരു നല്ല ഫീലിങ്സ്, നല്ല സ്ട്രോങ് ഫീലിങ്സ് വരും. ഓക്കെ, പിന്നെ ഒരു സെക്കൻഡ് സെറ്റാണ്. 3 4 ഞാൻ നല്ല സ്പീഡ് ചെയ്യാറുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ടാണ് അത് കുറക്കുന്നത്. ഓക്കെ, ഇതുപോലെ ചെയ്യുക. ഇതൊരു കൈയുടെ എക്സസൈസ് മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഓരോ അവയവങ്ങൾക്കുള്ള വ്യായാമങ്ങളുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം മാതിരിയുണ്ട്. ഓക്കെ, റിലാക്സ് കൊടുക്കുക, കൈകൾക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറയുന്നത് വിരലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൈയുടെ എക്സസൈസ് 4-5 എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ എക്സസൈസുമായിട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് മാത്രമല്ല, H for Health and Happy മീൻസ് ഇതിനകത്ത് ചിലപ്പോൾ കുറച്ച് കോമഡിയൊക്കെ ഇടാറുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.